ജീവപര്യന്തം ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധി പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഈ 5 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ഈ വിധിയിൽ പറയുന്നുണ്ട്. പ്രജ്വൽ രേവണ്ണ ഇന്ന് രാവിലെ അന്തിമവാദം ഉന്നയിക്കുമ്പോൾ ശിക്ഷ ഇളവ് നൽകണം, ശിക്ഷ കുറച്ചു നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് കോടതി പരിഗണിച്ചില്ല എന്നാണ് വ്യക്തമാകുന്നത്. അദ്ദേഹം തന്റെ പാർലമെന്റിലെ ട്രാക്ക് റെക്കോർഡുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ശിക്ഷയിൽ ഇളവ് നൽകണം എന്നുള്ള ഒരു ആവശ്യമൊക്കെ ഉന്നയിച്ചിരുന്നത്. പക്ഷെ അതൊന്നും കോടതി പരിഗണിച്ചില്ല. മാത്രമല്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകൻ ഇദ്ദേഹത്തിന് കടുത്ത ശിക്ഷ നൽകണം എന്നുള്ളത് പോയിന്റുകൾ നിരത്തി വളരെ അങ്ങനെ വാദിക്കുക കൂടി ചെയ്തിരുന്നു. കാരണം ഈ ഒരു സ്ത്രീ ഇദ്ദേഹത്തിനെ ചെറുപ്പകാലം മുതൽ തന്നെ നോക്കിയിരുന്ന ഒരു സ്ത്രീയാണ് പരാതിക്കാരി. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ ഫാമിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയാണ്. മാത്രമല്ല, ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്ത് പിന്നീട് അത് ദൃശ്യങ്ങളാക്കി പകർത്തിയിട്ടാണ് അത് കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് രണ്ടാമത് ബലാത്സംഗം ചെയ്തത്. ഇത് ഗുരുതരമായിട്ടുള്ള കുറ്റമാണെന്ന് കോടതി വിധി പ്രസ്താവത്തിൽ പറയുന്നുമുണ്ട്. അങ്ങനെ എന്തായാലും കടുത്ത ശിക്ഷ തന്നെ നിലവിൽ ലഭിച്ചിരിക്കുന്നു. ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്തായാലും അദ്ദേഹത്തിന് അപ്പീൽ നൽകാനുള്ള ഒരു ഇടവേളയൊക്കെ ഇതിനിടയിലുണ്ട്. നിലവിൽ അദ്ദേഹം ജയിലിൽ തന്നെയാണ് തുടരുന്നത്. അപ്പോൾ പിന്നെ ഈ ശിക്ഷാവിധി പുറത്തു വന്നതിന് ശേഷമാകും തുടർ നീക്കങ്ങളൊക്കെയും നടത്തുക. എന്തായാലും ഇന്നലെ വളരെ വികാരാതീതനായാണ് അദ്ദേഹം കോടതിയിൽ നിന്ന് പോയത്. മറിച്ച് ഇന്ന് രാവിലെ നിരവധി വാദങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും ആദ്യ കേസിൽ തന്നെ 3 കേസുകളാണ് ഇദ്ദേഹത്തിനെതിരെ ബലാത്സംഗ കേസുകൾ ഉള്ളത്. മാത്രമല്ല, ഇദ്ദേഹം ബലാത്സംഗം ചെയ്ത ചില സ്ത്രീകളെയും ഒപ്പം തന്നെ മറ്റു ചില സ്ത്രീകളുടെയും ഒക്കെ നഗ്ന ദൃശ്യങ്ങൾ ഒക്കെ പകർത്തി അത് ക്ലൗഡിൽ സൂക്ഷിച്ചു പിന്നീട് അത് പുറത്തു വരികയും ഒക്കെ ചെയ്തതാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെയും ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് പിന്നാലെ വന്ന കേസുകളിൽ ആദ്യ കേസിൽ തന്നെ പ്രജ്വൽ രേവണ്ണയ്ക്ക് പൂട്ടുവീണിരിക്കുന്നു. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഇന്നലെ കണ്ടെത്തി. ഇന്ന് അദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷ തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ ബംഗളൂരുവിലെ ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതിയിൽ നിന്ന് വരുന്നത്. ഉന്മേഷ്, മുഹമ്മദ് റയീസ്, ഇപ്പോൾ ഈ പ്രജ്വൽ രേവണ്ണ ഉയർത്തിയ വാദം താൻ രാഷ്ട്രീയത്തിൽ വളരെ വേഗം ഉയർച്ച നേടുന്ന ഒരു സ്ഥിതി ഉണ്ടായി, അതിന് തൊട്ടു പിന്നാലെ വന്ന കേസ് എന്നുള്ള തരത്തിലായിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയത്തെ മുൻനിർത്തിയായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ വാദഗതികളൊക്കെ, നമ്മളത് കേട്ടതാണല്ലോ. അപ്പോൾ കോടതിക്ക് മുൻപേ ഇതൊക്കെ ഉയർന്നു വന്നു, പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ശിക്ഷ, അല്ലേ? നിശ്ചയമായും അദ്ദേഹം അത്തരത്തിലുള്ള വാദങ്ങളാണ് ഉന്നയിച്ചത്. തന്റെ പാർലമെന്റിലെ തന്റെ പെർഫോമൻസ് അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, രാഷ്ട്രീയത്തിൽ പ്രധാനമായിട്ടും താൻ പെട്ടെന്ന് ഉയർന്നു വന്ന ഒരു നേതാവാണ്, ജനപ്രതിനിധിയായി മാറിയ ആളാണ്. അപ്പോൾ അതൊക്കെ മുൻനിർത്തിയാണ് അദ്ദേഹം വാദം ഉന്നയിച്ചത്. പക്ഷേ കോടതി അത് കേട്ടില്ല. പ്രത്യേകിച്ച് SIT സംഘം നൽകിയിരുന്ന 118 പേജുള്ള ചാർജ് ഷീറ്റ്, അതിൽ തന്നെ 180-ലധികം വരുന്ന തെളിവുകൾ, ഡോക്യുമെന്റ് ആയിട്ടുള്ള തെളിവുകൾ തന്നെ നൽകിയിരുന്നു. 26 സാക്ഷികളെ പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ ഹാജരാക്കി. അവരൊക്കെയും ഈ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ മൊഴി തന്നെയാണ് നൽകിയത്. അവർ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. മാത്രമല്ല, ചില ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ, അത് പ്രജ്വൽ രേവണ്ണയാണ് ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്ന ചില ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളിലെ ചില സൂചനകളൊക്കെ ഉണ്ട്. അതൊക്കെയും പ്രജ്വൽ രേവണ്ണയ്ക്ക് തിരിച്ചടിയായി. താനല്ല ഈ കൃത്യം ചെയ്തത് എന്ന് കാണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ആ ദൃശ്യത്തിലെ ചില സൂചനകൾ ഏറ്റവും പ്രധാനമായി വരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ചില മറുകുകൾ അടക്കമുള്ള ചില തെളിവുകളൊക്കെയാണ് പുറത്തു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ കുറ്റവിമുക്തനാകാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ ഉറപ്പുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കോടതി കുറ്റക്കാരനാണെന്ന് ഏതായാലും അതിവേഗം കോടതിയുടെ വിധി വന്നിരിക്കുന്നു. പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ്, 5 ലക്ഷം രൂപ പിഴയും ഒടുക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം.